എല്ലാവർക്കും ഷീജാസ് കുക്കിംഗ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് ഓംലേറ്റ് ആണ്. ഇതിപ്പം ബ്രെഡ് ഓംലേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ചെറിയ കുട്ടികൾക്ക് വരെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതുകൂടാതെ നമ്മളിതിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ചെറിയ സ്നാക്കായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ്. അപ്പം നമ്മൾക്കതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിപ്പം ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 സ്ലൈസ് ബ്രെഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 4 സ്ലൈസ് ബ്രെഡിലേക്ക് 3 മുട്ട, ഒരു പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അതിലേക്ക് കുറച്ച് മല്ലിയില, ഞാൻ ഇവിടെ മല്ലിയില യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതിനൊന്നിച്ച് ഒരു ചെറിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ബട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, പെപ്പർ പൗഡർ, ഉപ്പ്. അതിൻ്റെ ഒന്നിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ കൂടെ യൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ചില്ലി പൗഡറിന് പകരം ഇവിടെ റെഡ് ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്, കുറച്ച് മാത്രം. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് ചേർക്കണം നിർബന്ധമില്ല, ചില്ലി പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ചില്ലി പൗഡർ ഇഷ്ടമില്ലെങ്കിൽ പെപ്പർ പൗഡർ മാത്രം യൂസ് ചെയ്തിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്തത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം, കൂടുതൽ വേണ്ട, നോക്കിയിട്ട് ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചത്, നമ്മൾ എടുത്തു വെച്ച സവാള ഇത് കൂടെ ചേർക്കാം, ചെറുതായിട്ട് മുറിച്ചതാണ്, ചെറിയൊരു സവാള ഞാൻ എടുത്തിന്. ഇതിനൊന്നിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തക്കാളി ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർക്കാം, അതുപോലെയും ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കുറച്ച് ചേർത്ത് കൊടുക്കാം, ഇപ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അതെന്നിച്ച് നമ്മൾ എടുത്തു വെച്ച മല്ലിയില, ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, നല്ല പതഞ്ഞ് വരുന്ന വിധത്തിൽ ചെയ്തെടുക്കണം. അപ്പോഴേ നല്ല നമ്മൾ ഓംപ്ലേറ്റിൽ ഉണ്ടാക്കിയാൽ നന്നായിട്ട് പൊങ്ങി വരുമല്ലോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു തവ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ബട്ടറിൽ നിന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇത് ബട്ടറിലാണ് ചെയ്തെടുക്കുന്നത്, നിങ്ങൾ ബട്ടറിൽ ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ കുട്ടികൾക്കെല്ലാം ചെയ്യുമ്പോൾ ബട്ടറിൽ ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് ബട്ടറിന് പകരം ഇവിടെ നെയ്യോ അല്ലെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണ എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷേ ബട്ടറിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ എടുത്തു വെച്ച ബ്രെഡ് ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിതിപ്പം ബ്രെഡിൻ്റെ ഓരം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിന്, ആ ബ്രൗൺ കളറിൽ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഞാനിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഒരുപാട് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ലൈറ്റായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യാൽ മതി. കാരണം നമ്മളിത് വീണ്ടും ബ്രെഡ് എഗ്ഗിൻ്റെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ബട്ടറിലൊന്ന് ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുന്ന ഒരു രീതിയായത്. അപ്പം ഞാൻ ബ്രെഡ് ഇവിടെ ടോസ്റ്റ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തത് നമ്മൾക്ക് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതേ പാത്രത്തിലേക്ക് കുറച്ചുകൂടെ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് ബട്ടർ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കൂട്ടി കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം ഈ മുട്ടേൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഇവിടെ തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മളിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. ലൈറ്റായിട്ടൊന്ന് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം, അപ്പം കുറച്ച് വലുതായിട്ട് കിട്ടും. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ മുട്ട ഇത് ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് അടിഭാഗം സെറ്റായതിന് ശേഷം നമ്മളിവിടെ ടോസ്റ്റ് ചെയ്ത് വെച്ച ബ്രെഡ് ഇല്ലേ, ഇതുപോലെ ഇതിൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ ഒരു സൈഡ് ലൈറ്റായിട്ട് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഒന്ന് ശ്രദ്ധിച്ചിട്ട് പൊട്ടാത്ത വിധത്തിൽ മറച്ചിട്ട് കൊടുത്താൽ മതി. ഇത് മറച്ചിട്ടതിന് ശേഷം നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്ലൈസിൽ മാത്രം ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ചീസിൻ്റെ സ്ലൈസ് ഉണ്ട്.
ഈ ഒരു സ്ലൈസ് ഞാൻ ഇതിൽ ഒരു സൈഡിൽ ഒന്നിന് മാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഈ ചൂടിൽ തന്നെ നന്നായിട്ട് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഒന്നുകൂടി ഇത് ഹോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ബട്ടർ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മേലെ ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം കുട്ടികൾക്കാണെങ്കിൽ കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം അടുത്ത സൈഡ് മറിച്ചിടാം. അപ്പോൾ ഇതൊരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മളിത് പൊട്ടിപ്പോകാത്ത വിധത്തിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾക്ക് ഇതിന്റെ നടുഭാഗത്ത് 2 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് വേണ്ടെങ്കിൽ ഇത്രയും ടോസ്റ്റ് ചെയ്തെടുക്കേണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡിലും ചെയ്തെടുക്കാം. പക്ഷെ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്താലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം ചീസ് വെച്ചിട്ടുണ്ട്. ആ ചീസ് ഇത് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഞാനിവിടെ ഓംലെറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കിയതും ഇത് നമ്മൾ ചീസ് ഇത് ഫില്ല് ചെയ്തിട്ടും ഇത് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം ഇത് നോർമലായിട്ട് ടൊമാറ്റോ സോസിൻ്റെ ഒന്നിച്ചൊക്കെ സെർവ് ചെയ്യുക. പക്ഷെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. നമ്മൾ സോസ് ഇല്ലെങ്കിലും വെറുതെ ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.